ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കല്യാണിയും കിരണും അകത്തേക്ക് കയറി വരുമ്പോൾ കല്യാണിയുടെ അമ്മ പറയാണ്, കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. കിരൺ പറയാണപ്പോൾ, കയ്യും കാലും നല്ല രീതിയിൽ തന്നെ ഒടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാലും അത് നല്ല രീതിയിലൊന്നും ഇനി പ്രവർത്തിക്കില്ല. അത് കേട്ട് കല്യാണി, അച്ഛൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക, പറയണം അച്ഛനോട്. ഏയ്, ഒരിക്കലും വേണ്ട. എൻ്റെ അച്ഛൻ ഒരു കൊലയാളി ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. എന്നെ തല്ലാൻ ആളെ വിട്ടവനെ ഒരു കാരണവശാലും അച്ഛൻ ജീവിക്കാൻ അനുവദിക്കില്ല. അമ്മയും അതുപോലെ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം അയാളെ കൊല്ലുകയോ ജയിലിലേക്ക് പറഞ്ഞേക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇനി മെല്ലെ ഈ തല്ലുകൊണ്ട അവസ്ഥയൊക്കെ മറന്ന് അയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ വീണ്ടും നമുക്ക് തല്ലാം. ഇനി എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും തല്ലാനും കൊല്ലാനും അയാൾ ആരെയും പറഞ്ഞുവിടാൻ പാടില്ല. അത് കേട്ട് കല്യാണിയുടെ അമ്മ പറയാണ്, വിക്രം അവൻ്റെ അച്ഛനുമായിട്ടും അയാൾക്ക് നല്ല അടുപ്പമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയാ കിരണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, വിക്രത്തെയും അയാളെയും പുറത്ത് വെച്ച് കണ്ടവരുണ്ട്. സാറില്ല കല്യാണി, ഞാൻ എൻ്റെ നാടകമൊക്കെ അവസാനിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. ആ സമയത്ത് വിക്രത്തെയും അവൻ്റെ അച്ഛനെയും ഒക്കെ കാണുകയാണെങ്കിൽ അവർക്കും കൊടുക്കാം. അവർ അർഹിക്കുന്നതിലും കൂടുതൽ പാരിതോഷികങ്ങൾ. കിരൺ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ കല്യാണിയോട് കല്യാണിയുടെ അമ്മ പറയാമെന്ന്, എന്തൊരു നിലവിളിയായിരുന്നു. കൈയൊക്കെ നന്നായി പിടിച്ച് ഓടിച്ചെന്നാണ് തോന്നുന്നത്. കല്യാണി അപ്പോൾ പറയാണ്, അയാളുടെ കൈയല്ല, കഴുത്താണ് പിടിച്ചോടിക്കേണ്ടത്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രാഹുലിനെയാണ്. രാഹുലിൻ്റെ അടുത്ത് ഷാരിയും മനോഹറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഷാരി പറയാണ്, എന്നാലും തല്ലിയവൻ നല്ല തല്ല് തന്നെ തല്ലിയത്. മനോഹർ പറയാണ്, ചന്ദ്രസേനൻ്റെ ആൾക്കാരായിരിക്കും, കൊല്ലാൻ വേണ്ടിയല്ലേ തല്ലിയത്. നട്ടിൽ തകർന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അനന്തരവനെ പോലെ അമ്മാവനും എഴുന്നേറ്റ് നടക്കരുത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെ ഇത് ചെയ്തത്. ഇങ്ങനെ ഭീഷണിയുള്ളപ്പോൾ വിഷുവിൻ്റെ അന്ന് പ്രയാസപ്പെട്ട് മോളെ കാണാൻ വരരുതായിരുന്നു. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നടക്കുകയായിരിക്കും ചന്ദ്രസേനൻ്റെ ആൾക്കാർ. അവർ കൃത്യസമയത്ത് ചെയ്യേണ്ടത് ചെയ്യുക തന്നെ ചെയ്തു. സ്വന്തം മോനെ തന്നെ തല്ലി തകർത്ത് കടത്തിയതാ ഇങ്ങേരുടെ ആൾക്കാർ. മനോഹർ പറയാം, അങ്ങനെയുള്ളപ്പോൾ ചന്ദ്രസേനൻ ഇയാളെ വെറുതെ വിടുവോ? ഇത്രയും ദിവസം നിങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ വേണ്ടി എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞു കാണും, എന്നിട്ട് കിട്ടിക്കാണില്ല. പിന്നെ വിഷുവിൻ്റെ അന്ന് നിങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി വെറുതെ ആൾക്കാരെ നിർത്തിയതായിരിക്കും. അപ്പം അതാ മുന്നിൽ വന്ന് തന്നെ ചാടിക്കൊടുക്കുന്നു. രാഹുലിനും ദേഷ്യം വരികയാണ് മനോഹറിൻ്റെ സംസാരം കേട്ടിട്ട്. മനോഹറിനോട് പറയാണ്, നീ പോടാ ഈ മുറിയിൽ. ഞാൻ പോയേക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എണീറ്റ് നടക്കാൻ പറ്റുമെന്നറിയില്ല. നട്ടല് ഏതാണ്ട് പണി മുടക്കിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മനോഹർ കളിയാക്കിയിട്ട് പറയാണ്, അല്ലെങ്കിലും ഇല്ലാതെ തന്നെയാണ് നല്ലത്. അതേ, ഞാൻ പുറത്ത് നിന്നേക്കാം, നാക്കിനെല്ലില്ലാത്തവൻ്റെ ഭാര്യയെ. മനോഹർ പോയി കഴിഞ്ഞപ്പോൾ ഷാരി പറയാണ് രാഹുലിനോട്, ഇവനെ ആരെങ്കിലും ഇങ്ങനെ കടത്തിക്കളഞ്ഞാൽ മതിയായിരുന്നു. പോകുന്ന വഴി കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, അതാണ് മനസ്സിലിരിപ്പ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കാണേണ്ടി വന്നത്. ഇനി നന്നായിട്ട് നോക്ക്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മനോഹറും വരുണും ചേർന്ന് സാരി ടെക്സ്റ്റൈൽസിൽ കയറിയിട്ടാണുള്ളത്. ഒരു നല്ല സാരി എടുത്തിട്ട് നിർത്തി നോക്കി പറയാണ്, ഇത് നല്ല സാരിയാണെന്ന് തോന്നുന്നല്ലോ. നല്ലതാണെന്ന് തോന്നുന്നില്ല അല്ലേ? ദേ അതിങ്ങടുത്തേ, ഇത് വലിയ കുഴപ്പമില്ല അല്ലേ? മനോഹർ അങ്ങനെ ഓരോരോ സാരി എടുത്ത് വരുണിന് ഒപ്പിച്ചൊപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, ഈ സാരിക്ക് വലിയ റേറ്റ് വരില്ലേ എന്ന്. അപ്പോൾ മനോഹർ, പൈസയൊന്നും നോക്കണ്ട, എൻ്റെ വന്ദന മോൾക്ക് എത്ര ലക്ഷങ്ങളായാലും ഞാനത് വാങ്ങി തന്നിരിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കല്യാണത്തിന് എടുക്കാനുള്ളതും കല്യാണത്തിന് ശേഷം എടുക്കാനുള്ളതും ഒക്കെ ഞാൻ തന്നെ വാങ്ങി തന്നോളാം തന്നെ പറയാണ്. ഒരുപാടൊന്നും എടുക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വീണ്ടും മനോഹർ പറയാണ്, ഇനിയൊരു വെറൈറ്റി കളർ എടുക്കാം, നിന്നെ ഞാൻ നന്നായിട്ട് മുടിപ്പിക്കോടാ. വന്ദന, അതായത് വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്. അവിടേക്ക് അതേസമയം ജെറി വന്നു. ജെറി വന്നിട്ട് മനോഹറിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ മനോഹറും ജെറി ആരാണെന്നറിയാത്തത് കൊണ്ട് തിരിച്ചു നോക്കുകയാണ്. അപ്പോൾ ജെറി പറയാണ്, എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നത്, ഒന്നിങ്ങ് വന്നാട്ടെ. ഒരു മിനിറ്റേ, വന്ദനയോട് പറയാണ്, ഒരു മിനിറ്റേ, എന്തോ പണി ഒപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അരുൺ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ്, അവനെ പരിചയമുള്ളതല്ലേ, അതിപ്പോൾ അവനെ പോലെ തന്നെ എന്തെങ്കിലും തരികിടി ആയിരിക്കും. മനോഹറിനെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് അവൻ ചോദിക്കുകയാണ്, എന്നെ പിടികിട്ടിയോ? അപ്പോൾ മനോഹർ തന്നെ പറയാണ്,
എവിടെയോ വെച്ച് കണ്ടതുപോലെ. കണ്ടത് ചെന്നൈയിൽ വെച്ചാണോ? ഒരു പെണ്ണ് കേസിൽ പെട്ട് തല്ല് കിട്ടും എന്നായപ്പോൾ ഞാനാണ് രക്ഷപ്പെടുത്തിയത്. അതായത് ജെറി പറയാണ്. ഓർക്കുന്നുണ്ടോ? ഗംഗാ പ്രസാദ്. അയ്യോ ഗംഗ, നീ എന്താ ഇവിടെ? ഞാനന്ന് നിന്നോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു രണ്ടാനമ്മയുടെയും മോളുടെയും കാര്യം. ആ ആ പറഞ്ഞിരുന്നു. ആ സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയോ? ഇല്ല, അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ടിരിക്കുക അമ്മയും മോളും. അതിനൊരു അവസാനം കണ്ടേ പറ്റൂ. അതൊക്കെ പോട്ടെ, അല്ല അതാരാ? പുതിയ കസ്റ്റമർ ആണോ? വരുണിനെ പറ്റി ചോദിക്കുകയാണ്. പുതിയ ആളാ വന്ദന. മനോഹർ ചിരിച്ചുകൊണ്ട് പറയാണ്. ഇവിടെ നിൻ്റെ പേരെന്താ? സ്റ്റീവൻ. ആ നല്ല പേര്, താങ്ക് യു. ഇവിടെ എൻ്റെ പേര് ജെറി ജോൺ. രണ്ടുപേരും ചേർന്ന് ചിരിക്കുകയാണ്. അല്ല, എവിടെയാ അളിയൻ്റെ താമസം? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, മാറി മാറി നിൽക്കുക. പിന്നെ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേയുള്ളൂ. ഉടനെ ഇനി അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഇനി പോകുന്നെങ്കിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് വേണം പോകാൻ. മനോഹർ പറയാണ്. ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. അളിയന് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ. എന്നാ ഇനി ഇവളെ കെട്ടുന്നത്? ആ ഉടൻ തന്നെ കല്യാണം ഉണ്ടാവും. ഞാൻ അളിയനെ വിളിക്കാം. എൻ്റെ പഴയ നമ്പറിലൊന്നും വിളിച്ചാൽ കിട്ടില്ല. നമ്പർ ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കുക. നിൻ്റെ ഇപ്പോഴത്തെ നമ്പറിങ് തന്നേക്ക്. ജെറി ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ മനോഹറിൻ്റെ നമ്പർ അതിൽ അടിച്ചു കൊടുക്കുകയാണ്. ആ ഞാൻ വിളിച്ചോളാം. എന്നാൽ പിന്നെ പർച്ചേസ് നടക്കട്ടെ. അതെ, എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് പരിചയപ്പെടുത്താം, വാ. ആ എന്ന് പറഞ്ഞ് വരുണിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ വന്ദനെ, ഇതെൻ്റെ അടുത്ത സുഹൃത്താ, പേര് ജെറി ജോൺ. നമസ്കാരം. അപ്പോൾ മനോഹർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മോള് സംസാരിക്കില്ല. ഓ ആ ഇവൻ കാലിഫോർണിയയിലാ, ഇവിടെ ബിസിനസ്സാ. അപ്പോൾ കോട്ടയത്തുള്ള ബന്ധുക്കളെ കാണാൻ വേണ്ടി വന്നതാ. വിശ്വസിച്ചു. ഇവനും അങ്ങനെയുള്ളവനായിരിക്കും. കല്യാണം ഉണ്ണിയാണോ അതോ കള്ളനാണോ? വരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പർച്ചേസൊക്കെ നടക്കട്ടെ, കല്യാണത്തിന് വിളിക്കാൻ മറക്കണ്ട. ശരി, ഓക്കെ. അവൻ പോയി കഴിഞ്ഞപ്പോൾ മനോഹർ പറയാണ് വരുണിനോട്, കോടീശ്വരനാ, ഈ കേരളത്തിൻ്റെ പകുതി വാങ്ങാനുള്ള പൈസയുണ്ട് അവൻ്റെ കയ്യിൽ. മാരക പണക്കാരൻ. മോളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ പറയുന്നത് വാങ്ങാമെന്നോ? ശരി, ആ ഷെയ്ഡൊന്ന് പിടിക്കാം. അങ്ങനെ രണ്ടുപേരും ടെക്സ്റ്റൈൽസിൽ നിന്ന് കുറേ സാരികളൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ കാണിക്കുന്നത് വിക്രത്തെയാണ്. വിക്രം വണ്ടി എടുത്ത് എങ്ങോട്ടോ പോവാണ്. അപ്പോഴത്തേക്കാണ് ഫോണിൽ റിങ് അടിക്കുന്നത് കേട്ടത്. ഫോൺ എടുത്ത്, ആ സരയു, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അങ്കിളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സരയു പറയാണ്, അങ്കിളിനെ ആരോ പഞ്ഞി കിട്ടു ഇന്നലെ രാത്രി. നീയും ഒന്ന് സൂക്ഷിച്ചോ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്ത് പറ്റിയതാ? അപ്പോൾ സരയു പറയാണ്, ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടേക്ക് വന്നു. അതാ ചന്ദ്രസേനൻ എങ്ങനെയോ മണത്തറിഞ്ഞു തോന്നുന്നു. എന്തായാലും ഹെൽമെറ്റ് ഇട്ട ഒരു ഗുണ്ട മതിൽ ചാടി വന്നു. എന്നിട്ട് അച്ഛൻ്റെ കയ്യും കാലും തല്ലിയൊടിച്ചു. ആരും അറിയാതാണല്ലോ അങ്കിള് അങ്ങോട്ട് വന്നത്. നീയാണോ ശത്രുക്കൾക്ക് ആ വിവരം ചോർത്തി കൊടുത്തത്? ഛേ, എന്തൊക്കെയാ സരയു നീ പറയുന്നേ? ഞാൻ വെറുതെ ചോദിച്ചതാടാ. എൻ്റെ ശത്രുക്കൾക്ക് നീയും നിൻ്റെ അച്ഛനും ഒക്കെ എതിരാളികൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും അധികമൊന്നും പുറത്തിറങ്ങി നടക്കണ്ട. എന്നിട്ടിപ്പോൾ അങ്കിളിന് എങ്ങനെയുണ്ട്? ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും. അങ്ങനെ കേട്ടിട്ടില്ലേ? അങ്ങനെ കിടക്കുക ഇപ്പോൾ, കിരണിനെ പോലെ തന്നെയാണ്. അതായത് അങ്കിളും അനന്തരവനും ഇപ്പോൾ ഒരുപോലെ കിടക്കുകയാണെന്ന് അർത്ഥം. കരുതിക്കൂട്ടി തന്നെ അവർ ചെയ്തതാ. അതേടാ, ഞാനും അമ്മയൊക്കെ ജഡം കണക്കിന് കിടക്കുന്ന അവനെ കാണാൻ പോയിരുന്നു പലതവണ. പിന്നെ അവരൊക്കെ അങ്ങനെ തീരുമാനിച്ചു കാണും എൻ്റെ അച്ഛനെയും അങ്ങനെ കടത്തണമെന്ന്. വിഷുക്കൈ നീട്ടം തരാൻ വേണ്ടി വന്ന അച്ഛനാ എനിക്ക്. ഇപ്പം ഇതാ ഒന്നിനും കഴിയാതെ ഒരേ കിടപ്പ് കിടക്കുന്ന അച്ഛനെ കാണാനാ എൻ്റെ കണി. ഞാനെന്തായാലും അങ്കിളിനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം തന്നെ അച്ഛനോട് ഈ വിവരം ഒന്ന് പറയണം. അങ്കിള് വീണെന്നറിഞ്ഞപ്പോൾ ചിറകൊടിഞ്ഞതുപോലെയായി അവസ്ഥ. ഞാൻ വിളിക്കാം സരയു. അപ്പോഴാണ് സരയു കേൾക്കുന്നത് ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ഒച്ച. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ പുറത്തു പോയി കഥ തുറന്ന് നോക്കിയപ്പോൾ കല്യാണിയെയാണ് കാണുന്നത്. സരയു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സരയു അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അതിൻ്റെ പിന്നാലെ തന്നെ കല്യാണിയും പോവാണ്. എന്താ ഇന്നലെ അർദ്ധരാത്രിയിൽ ഇവിടെ നിന്ന് ബഹളമൊക്കെ കേട്ടല്ലോ, എന്താ പറ്റിയത്? സരയു മനസ്സിൽ ചിന്തിക്കുകയാണ്. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവൾ വന്നിരിക്കുക. സരയു ദേഷ്യത്തോടെ പറയാണ്, ഇവിടെ എങ്ങും ഒന്നും നടന്നിട്ടില്ല, വല്ല നായ്ക്കളും കുറച്ചതായിരിക്കും. ഓ, എന്നാൽ നായ്ക്കളുടെ ശബ്ദമല്ല കേട്ടത്, മനുഷ്യരുടെ ശബ്ദ. കല്യാണി പറയാ, ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ലേ? നീ കൂടുതൽ ഇളവൊന്നും വേണ്ട, നിന്റെ ചരിത്രം മുഴുവൻ അറിയാവുന്നവളാ ഞാൻ.
എന്താ അമ്മയെ കൊല്ലാൻ വേണ്ടി നീ എത്ര പ്രാവശ്യം അവരുടെ പിന്നാലെ പരക്കാൻ പാഞ്ഞു? ഒക്കെ എനിക്കറിയാം. അറിഞ്ഞ സത്യങ്ങളൊക്കെയും ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, കല്യാണി പറയാം. എന്നെക്കൊണ്ട് വെറുതെ നീ പറയിപ്പിക്കരുത്. ഇപ്പോൾ കുറച്ചാൾക്ക് മാത്രമേ അതൊക്കെ അറിയൂ. ഇനി എല്ലാവരും അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കയറി വരുന്നത്? എൻ്റെ ഭർത്താവ് തളർന്നു കിടക്കുന്നത് കാണാൻ നീയും നിൻ്റെ അമ്മയും കൂടി വന്നായിരുന്നല്ലോ. എന്നിട്ട് സഹതപിച്ചിട്ടാണല്ലോ നീയും നിൻ്റെ അമ്മയും ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോഴും അവനോട് എനിക്ക് സഹതാപേ ഉള്ളൂ. അവനെൻ്റെ കളിക്കൂട്ടുകാരനല്ലേ, സരയു പറയാം. ഇതൊക്കെ പറഞ്ഞാലും ആ സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. എന്താ അമ്മയോട് സ്നേഹമില്ല, അവൾ ആ മുറച്ചെറുക്കനെ സ്നേഹിക്കുന്നത്. അവരെൻ്റെ അമ്മയാണെന്ന് നീയൊക്കെയാണ് പറയുന്നത്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ നിൻ്റെയൊക്കെ കയ്യിൽ? പെട്ടെന്ന് കല്യാണി പറയാണ്, ഉണ്ട്. ആ തെളിവാണ് അമ്മയെ കൊല്ലാൻ നടക്കുന്ന മകൾ. എന്തുകൊണ്ടാ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും അമ്മയെയൊക്കെ ജീവന് തുല്യമായിരുന്ന ആൻറ്റി നിന്നെയൊക്കെ തള്ളിക്കളഞ്ഞത്? കണ്ണേട്ടൻ്റെ അച്ഛൻ പറഞ്ഞതാണ് സത്യമെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നീ തെളിവിന് എടുപ്പിനൊന്നും സംസാരിക്കണ്ട. കല്യാണി ചുറ്റും നോക്കിയിട്ട് പറയാണ്, നിൻ്റെ അമ്മ ഇവിടെയില്ലേ? ഇല്ല. അവനോ? മനോഹർ? അനുവേട്ടനും ഇല്ല. ഇനി അവനെ ആരെങ്കിലും തല്ലിയിട്ട് അമ്മയമ്മ മരുമോനെയും കൊണ്ട് ഹോസ്പിറ്റലിലെങ്ങാനും പോയതാണോ? അനുവേട്ടനെ ആരെങ്കിലും തല്ലിയാൽ അമ്മയായിരിക്കുന്ന അമ്മയല്ല കൊണ്ടുപോകാൻ, ഭാര്യയായിരിക്കുന്ന ഞാനാണ് കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചു, അതെനിക്കുറപ്പാ. വിഷു കഴിഞ്ഞന്ന് രാത്രിയുണ്ടല്ലോ, ആരോ വിഷുവിൻ്റെ കൈയിട്ടായിട്ട് ആർക്കോ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പം ഇല്ല എന്ന് നീ പറഞ്ഞാലും ആർക്കോ ശരിക്കും നല്ല തല്ല് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അച്ഛനൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? അച്ഛനെ ഞാൻ കണ്ടിട്ട് കുറേ ദിവസമായി. എൻ്റെ കിരണേട്ടനെ ഗുണ്ടകളെ വെച്ച് തല്ലി ചതച്ചിട്ട് മുങ്ങി നടക്കുകയല്ലേ. അയാൾ എപ്പോഴെങ്കിലും വെളിച്ചത്ത് വരും. കാണേണ്ട രീതിയിൽ ഞങ്ങൾ കണ്ടോളാം. സരയു ദേഷ്യത്തോടെ പറയാണ്, അവളുടെ അമ്മായിയച്ഛൻ്റെ ആൾക്കാരാ ഇവിടെ വന്ന് തല്ലിയത്. നാണം കെട്ടവൾ. എന്നിട്ട് സന്തോഷമൊക്കെ മാറ്റിവെച്ചിട്ട് വന്നിരിക്കുക. കല്യാണി നേരെ കിരണിൻ്റെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, ബഗാസുരനെ കൊണ്ടുവരിക മറ്റോ ചെയ്തായിരുന്നോ? ഇതുവരെ ഇല്ല. എങ്ങനെ കൊണ്ടുവരാനാ? അതുപോലുള്ളതല്ലല്ലേ തല്ലിയത്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ നീ പോയി അയാളെ ഒന്ന് കാണണം. എന്നെ കാണാൻ സരയും അവളുടെ അമ്മയും ഇവിടെ വന്നല്ലോ. എന്നെ കളിയാക്കിയിട്ട് പോയില്ലേ, അതുപോലെ അത് നിനക്കും അനുകരിക്കാം. തല്ലുകൊണ്ട് ഇഞ്ചപ്പരുവായിട്ടുണ്ട്. അപ്പോഴാണ് കല്യാണിയുടെ ഫോൺ ശബ്ദിച്ചത്. അപ്പോൾ ഫോൺ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് കിരൺ ചോദിക്കുകയാണ്, ആരാണ്? മനോഹറാ, അമ്മായിയച്ഛൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എടുക്ക്. എന്താടാ? അത് പിന്നെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു, നട്ടെല്ലിന് നല്ല ക്ഷതമുണ്ട്. എൻ്റെ അമ്മായിയച്ഛൻ്റെ? നിനക്ക് സന്തോഷമായില്ലേ? പിന്നെ സന്തോഷമാവാതിരിക്കുമോ? പിന്നെ കിരൺ സാറിനെ കിടത്തിയതും അയാളാണല്ലോ. അതിനുള്ള തിരിച്ചടിയാണ് അയാൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ ചോദിത്തരാം. ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ്. നീ ആദ്യം നിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക്. ഇപ്പോഴും ഏതെങ്കിലും പെൺകുട്ടികളുടെ പിന്നാലെ തന്നെ ആയിരിക്കുമല്ലോ നീ. അയ്യോ, എൻ്റെ അമ്മയാണ് സത്യം. ഞാനിപ്പോൾ പെൺകുട്ടികളുടെ ഒന്നും മുഖത്ത് പോലും നോക്കാറില്ല. നിനക്ക് നിൻ്റെ അമ്മ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് നീ അമ്മയെ പിടിച്ചങ്ങ് സത്യം ചെയ്യും എന്ന് വെച്ച് അത് കേൾക്കുന്നവർ വിഡ്ഢികളൊന്നുമല്ല കേട്ടോ. എൻ്റെ കല്യാണി എൻ്റെ ജീവിതത്തിൽ ഞാൻ അവസാനമായി സ്നേഹിച്ച പെൺകുട്ടിയാണ് ഗീത. അവളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അവളെ നിനക്ക് വഞ്ചിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ പിടിവീണില്ലേ? അതോടെ നിർത്തി. ഇനി മറ്റുള്ളവർക്ക് നന്മ ചെയ്തും നിങ്ങളെയൊക്കെ സഹായിച്ചും ജീവിക്കാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അമ്മായിയച്ഛൻ്റെ കാര്യങ്ങൾ അപ്പം ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അത് എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. അയാൾ ചത്താലും ആദ്യം അറിയുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒരു വിവരം ചോർത്തി തന്നിട്ട് അവൻ പുണ്യാളൻ ആവാൻ ശ്രമിക്കുക. നമുക്കൊന്നും അറിഞ്ഞൂടാത്ത പോലെ. അവനിപ്പോൾ ഒരു പെണ്ണുങ്ങളുടെയും മുഖത്തേ നോക്കാറില്ലെന്ന്. അതവൻ പറഞ്ഞത് സത്യമല്ലേ? കിരൺ പറയാണ്. അപ്പോൾ കല്യാണി, എന്ത് സത്യമോ? അവനിപ്പോൾ പെണ്ണാണെന്ന് പറഞ്ഞ് നോക്കുന്നത് ആണിൻ്റെ മുഖത്താണ്. ജീവിതത്തിൽ ഇതുപോലൊരു തിരിച്ചടി അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ച സരയുവിൻ്റെ സമ്പത്ത് ഏതാണ്ട് നശിച്ചു തുടങ്ങി. നീ നിൻ്റെ ആങ്ങളെയും അച്ഛനും പോലെ ബഗാസുരനും കുടുംബവും തെണ്ടിത്തിരിയാൻ പോവുക. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തികയുടെ അടുത്ത് പോയിരിക്കുകയാണ് കല്യാണിയും കിരണും. കാർത്തിക അവരടുത്ത് പറയാണ്, വിഷുവിൻ്റെ അന്ന് അവൻ വിളിച്ചിരുന്നു. ഈ വിഷുവിന് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റി.
എന്നാൽ അടുത്ത തവണ എനിക്ക് ആരെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത്. അതുപോലെ തന്നെ എന്നെയും പലരും കാണില്ല എന്നും പറഞ്ഞു. എന്നാലും ആ ടെക്സ്റ്റൈൽസിൽ വന്നിട്ടും CCTVയിൽ അവനെ കാണാൻ പറ്റാത്തത് ഭയങ്കര നഷ്ടമായിപ്പോയി. എൻ്റെ വീട്ടിലും അവൻ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. CCTV കേടാക്കിയിട്ടാ അവൻ എൻ്റെ അരികിലേക്ക് വന്നത്. നമുക്കവനെ എവിടെയെങ്കിലും ഇട്ട് പൂട്ടാൻ കാർത്തികേ, കിരൺ എണീറ്റ് പറയാണ്. എൻ്റെ കാര്യം പോട്ടെ, ഏതു നേരവും എനിക്കൊപ്പം സഞ്ചരിക്കുന്നത് കല്യാണി ആയതുകൊണ്ട് നിന്നെ അവൻ നോട്ടയിട്ട് കാണും കല്യാണി. അപ്പോൾ കല്യാണി പറയാണ്, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞില്ലേ ചേച്ചി. അവൻ കരുതി കിരണേട്ടൻ വീണ് കഴിയുമ്പോൾ എല്ലാവരും പേടിച്ച് പിന്മാറുമെന്ന്. ആ ധാരണ തെറ്റിയെന്ന് അവൻ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക പറയാണ്, ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലായിക്കോ, നമ്മളെ തളർത്താനായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതവന് ചെയ്യാനറിയാം. നിങ്ങളുടെ കുടുംബത്തിലെ നെടുന്തൂൺ എന്ന് പറയുന്നത് കിരൺ ആണ്. ആ കിരൺ വീണപ്പോൾ നിങ്ങളൊക്കെ എന്തുമാത്രം സങ്കടപ്പെട്ടെന്ന് നേരിൽ കണ്ടതാ. അതുകൊണ്ടാണ് കിരണിൻ്റെ അച്ഛനെയോ കിരണിൻ്റെ അമ്മയെയോ നോട്ടിടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവനെപ്പോഴും ഷൂസിനുള്ളിൽ കടാരതിരികെ നടക്കുന്നത്. മർമ്മം നോക്കി അത് പ്രയോഗിക്കാനും അവനറിയാം. അതിന് ആണെന്നോ പെണ്ണെന്നോ എന്നൊന്നും ഇല്ല. അവൻ തീരുമാനിച്ച് ഉറപ്പിച്ചാൽ അവൻ ചെയ്തിരിക്കും. അച്ഛൻ്റെ ആണ്ടാ വരുന്നത്. എല്ലാ ആണ്ടിനും ബലിയർപ്പിക്കുമ്പോൾ അവൻ വരാറുണ്ട്. അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ, വേദനിപ്പിക്കാൻ ഇത്തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാർത്തിക ഇതൊക്കെ വിഷമത്തോടെ പറയാണ്. അപ്പോൾ കിരണും കല്യാണിയും ധൈര്യത്തോടു കൂടി അവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.